ബ്രഹ്മാണ്ഡ റിലീസുമായി മുന്നേറുന്ന എമ്പുരാനെതിരെ ബഹിഷ്കരണ ആഹ്വാനമായി സംഘപരിവാർ ഹാൻഡിലുകൾ. ഗുജറാത്ത് കലാപത്തെപ്പറ്റിയും കേരളത്തെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമത്തെപ്പറ്റിയും സിനിമ സംസാരിക്കുന്നു എന്നതാണ് പ്രശ്നം. ഇതാണ് സംഘപരിവാറിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. വാര്യം കുന്നനായി എമ്പുരാൻ അലങ്കാരം ഉപയമയോ ഉൾപ്രേക്ഷയോ എന്നാണ് RSS നേതാവ് ജെ നന്ദകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. 2002 ഗുജറാത്തിൽ മുസ്ലിങ്ങളുടെ കൂട്ടക്കുരുതിക്ക് വഴിയൊരുക്കിയ വർഗീയ കലാപവും ഹിന്ദുത്വ ശക്തികളുടെ പങ്കും എമ്പുരാന്റെ കഥാതന്തുവാണ്. കേരളത്തിലേക്കുള്ള ഉത്തരേന്ത്യൻ ഹിന്ദുത്വ വർഗീയ രാഷ്ട്രീയ പാർട്ടിയുടെ കടന്നുവരവും സിനിമയിലുണ്ട്. ഇതാണ് സംഘപരിവാറിനെ സിനിമ റിലീസ് ചെയ്ത് മണിക്കൂറുകൾക്കകം ചൊടിപ്പിച്ചത്. സോഷ്യൽ മീഡിയയിൽ BJP സംഘപരിവാർ അനുകൂല ഹാൻഡിലുകൾ എമ്പുരാൻ ബോയ്ക്കോട്ട് ക്യാമ്പയിൻ ആരംഭിച്ചു കഴിഞ്ഞു. പലരും ബുക്ക് ചെയ്ത ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്തതായുള്ള സ്ക്രീൻഷോട്ടുകളും പങ്കുവെക്കുന്നു. RSS നേതാവ് ജെ നന്ദകുമാറിനൊപ്പം സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ BJP RSS ഹാൻഡിലുകൾ എമ്പുരാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു. ഭൂരിഭാഗം പേരും ഉന്നമിടുന്നത് സംവിധായകൻ പൃഥ്വിരാജ് സുകുമാരനെയാണ്. ജനഗണമൻ ഉൾപ്പെടെയുള്ള സിനിമകളിലെ സംഭാഷണങ്ങളുടെ പേരിൽ സംഘപരിവാർ നേരത്തെയും പൃഥ്വിരാജിനെ ഉന്നമിട്ടിരുന്നു. കോൺഗ്രസ്, CPIM തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികളെയും എമ്പുരാനിൽ പലതരത്തിൽ വിമർശിക്കുന്നുണ്ട്. എന്നാൽ സംഘപരിവാർ ഹാൻഡിലുകളാണ് സിനിമയ്ക്കെതിരെ ബഹിഷ്കരണ ആഹ്വാനവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. RDX റാപ്പ് ന്യൂസ് മലയാളം. സനിഷ, ഒരു അസാധ്യ മേക്കിംഗ് ആണ് എന്നൊക്കെയുള്ള വാർത്തകളും വിലയിരുത്തലുകളും ഒക്കെ വരുന്നതിനിടെ തന്നെയാണ് ഇതും സമാന്തരമായി കാണുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയാൽ ധാരാളം ഒന്ന് ജയനന്ദകുമാറിനെ പോലെയുള്ള മുതിർന്ന RSS നേതാവ് തന്നെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു. അതിന് പിന്നാലെ ബഹിഷ്കരണ ആഹ്വാനവുമായി ധാരാളം പേർ ടിക്കറ്റ് ചെയ്ത ബുക്ക് ക്യാൻസൽ ചെയ്യുന്നതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ടുകളൊക്കെ ഇട്ടുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് ആ നിലയ്ക്ക് ഈ സിനിമയുടെ ഇതുവരെ വന്ന വിവരങ്ങൾ, അതിൻ്റെ ഭയങ്കര സ്പോയിലർ തലത്തിലേക്ക് നീങ്ങുന്ന തരത്തിൽ നമ്മൾ കാര്യങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേ വന്ന വിവരങ്ങൾ അനുസരിച്ച് ശക്തമായ വിമർശനമുണ്ട്. പ്രകടമായി ഇത് സംഘപരിവാറിനെതിരെയാണ് എന്ന് തോന്നിക്കാവുന്നതുണ്ട്. പക്ഷേ അതേസമയം അതിനേക്കാൾ മോശമായി മറ്റ് ഇടതുപക്ഷത്തെ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ വരുന്ന രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ വിമർശിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. എല്ലാവർക്കും എതിരുണ്ടെന്ന്. പക്ഷേ ഇങ്ങനെ ഒരു കടുത്ത നീക്കം എന്തുകൊണ്ടായിരിക്കും? ഇതിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ രണ്ടുപേരും ഈ പടം കണ്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ആ സിനിമയുടെ കാര്യങ്ങളെ പറ്റി പറയുന്നതിൽ പരിമിതിയുണ്ട്. പക്ഷേ ഈ വിമർശനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇത് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റ് ടേക്ക്, അതായത് ഈ പൃഥ്വിരാജ് എന്ന് വെച്ചാൽ മഹാധീരനായിട്ടുള്ള ഒരാളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് 183 കോടി രൂപ ചെലവിട്ടിട്ട് കേരളത്തിൽ മാത്രം വിജയിച്ചാൽ പോലെ, കേരളത്തിലാണെങ്കിൽ ഒരു BJP വിരുദ്ധ പൊതുബോധമൊക്കെ നിൽക്കുന്ന, ഇപ്പോഴും വലിയ തോതിൽ മാറിയിട്ടില്ലാത്തൊരു സംഘപരിവാര വിരുദ്ധതയൊക്കെയുള്ളൊരു സ്ഥലമാണ്. പക്ഷേ കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ, ഈവൻ ഹിന്ദി ബെൽറ്റിൽ പോലും കാണിക്കേണ്ടുന്ന ഒരു സിനിമയ്ക്കകത്ത് ഇത്ര ധീരമായിട്ട് രാഷ്ട്രീയം പറയുന്നു എന്നത് പൃഥ്വിരാജിൻ്റെയും മുരളി ഗോപിയുടെയും ഒരു ധീരതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പക്ഷപാതത്തെക്കുറിച്ചല്ല പറയുന്നത്. അദ്ദേഹം അത് പറഞ്ഞല്ലോ, ആത്യന്തികമായിട്ട് ബിസിനസ്സാണല്ലോ, ആളുകൾ കണ്ടിട്ട് കയറി പണം തിരിച്ചു കിട്ടുന്നതാണല്ലോ. മോഹൻലാൽ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നു എന്നതും വലിയ അത്ഭുതം ഉണ്ടാക്കി. എനിക്ക് ഈ വിമർശനം കാണുന്ന RSSകാരോട് അല്ലെങ്കിൽ സംഘപരിവാരക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ സിനിമ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിൽ വരുന്ന സിനിമ ഏതാ? സന്ദേശമല്ലേ, ശ്രീനിവാസിൻ്റെ സന്ദേശമല്ലേ? ആ ശ്രീനിവാസിൻ്റെ സന്ദേശ സിനിമ ഈ പറയുന്ന CPM-നെ അങ്ങ് ഉടുത്ത് ഇല്ലാതാക്കിയിരിക്കുകയാണ് അല്ലേ? കോൺഗ്രസിനെയും അതേ മട്ടിൽ എത്ര കാലത്തേക്കാണ്. പക്ഷേ ആ സന്ദേശ സിനിമ ഇപ്പോഴും TV-യിൽ വന്നാൽ ഓടും, ഇപ്പോഴും ഹിറ്റാണ്. പക്ഷേ അതിനുശേഷം എത്ര തവണ വിമർശിക്കപ്പെട്ട CPM അധികാരത്തിൽ വന്നു, വിമർശിക്കപ്പെട്ട കോൺഗ്രസ് അധികാരത്തിൽ വന്നു. സിനിമയുടേതായ രീതിയിൽ ഹിറ്റായിട്ട് പോയി. CPM-നെയോ കോൺഗ്രസിനോ അത് ബാധിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ വല്ലാത്ത തോതിൽ വിമർശിക്കരുത് എന്ന് മാത്രമല്ല, RSSൻ്റെ വിമർശനം എന്ന് വെച്ചാൽ സംഘപരിവാർക്കാർ വിമർശിച്ചാൽ വേറെ പ്രശ്നമുണ്ട്. കാരണം ആ സിനിമയുടെ വിജയം ഒന്നുകൂടെ വലുതാവും. അത് അവരേത് കൾച്ചറൽ സംഗതികളെ വിമർശിച്ചാലും അവർ രക്ഷപ്പെടുകയാണ്. ഇപ്പം മീശ ഓർമ്മയുണ്ടോ? എന്തിനാണ് വിമർശിക്കപ്പെട്ടതെന്ന് ഇപ്പം നമുക്ക് ആലോചിച്ചെടുത്താൽ എന്തായിരുന്നു അതിനകത്ത് പരാമർശം ഓർത്താൽ നമുക്ക് കിട്ടില്ല. പക്ഷേ മീശ വിമർശിച്ചവരോട് ചോദിച്ചാലും അറിയില്ല, അവർക്ക് ഓർമ്മയുണ്ടാവില്ല. പക്ഷേ എന്ത് പറ്റി, മീശക്ക് അതിനുശേഷം ഹരീഷിന് രാജ്യത്തെ ഏറ്റവും വലിയ അവാർഡ് കിട്ടി. മീശ ഇപ്പോൾ മുക്കിന് അടിച്ചിറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. നിറയെ കാശ് അതുണ്ടാക്കി. മീശ ആ രീതിയിലായി. പെരുമാൾ മുരുകൻ, തമിഴ്നാട്ടിലെ നോവലിസ്റ്റ്, അദ്ദേഹത്തിന് ഒരു കൊങ്കുനാടിനെ പറ്റി നോവൽ എഴുതിയെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടെ വലിയ ബഹളം ഉണ്ടായി. പെരുമാൾ മുരുകൻ പേടിച്ചിട്ട് ഞാൻ എഴുത്ത് നിർത്തുകയാണെന്ന് പറയും. ഇപ്പോൾ ഈ പറഞ്ഞ ക്രോസ് വേർഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബുക്ക് സ്റ്റോളിലോ ചെന്ന് നോക്കിയാൽ പെരുമാൾ മുരുകൻ്റെ ടൈറ്റിലാണ് മുഴുവൻ. ഇംഗ്ലീഷിലെ ഏറ്റവും വലിയ പുറത്ത് വായിക്കപ്പെടുന്ന ഒരു ഇന്ത്യൻ എഴുത്തുകാരനായിട്ട് പെരുമാൾ മുരുകൻ വളർന്നു. പിന്നെ ഈ സിനിമ ഏത് പത്താനിൽ ദീപിക പദുക്കോണിൻ്റെ ബിക്കിനിയുടെ കളറായിരുന്നു പ്രശ്നം കുറേ ആളുകൾക്ക്. എന്നിട്ട് എന്തായി, പത്താൻ വമ്പൻ ഹിറ്റായി. പിന്നെ പത്മാവത്, ആ സിനിമയെ ഇവരെതിർത്തു, വലിയ തോതിൽ ഹിറ്റായി. അതുകൊണ്ട് ഞാൻ പറയുന്നത് പൃഥ്വിരാജിനും മോഹൻലാലിനും മുരളി ഗോപിക്കും ക്ഷീണമുണ്ടാകണമെന്നാണ്
സംഘപരിവാരക്കാർ വിചാരിക്കുന്നെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കുന്നതാണ് സത്യത്തിൽ നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ആ കേരള സ്റ്റോറി പോലെ അങ്ങേയറ്റം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന അങ്ങേയറ്റം തെറ്റായ വിവരങ്ങൾ മാത്രമുള്ള ഒരു സിനിമ റിലീസ് ചെയ്തപ്പോൾ ഉയരാത്ത പ്രതിഷേധം കൂടിയാണ് ഇവിടെ. അതിനെ ഏറ്റവും കൂടുതൽ പിന്തുണച്ചതും ഇവിടുത്തെ സംഘപരിവാറാണ് എന്നുള്ളത് കൂടി നമ്മൾ മറന്നു പോകരുത്. നിങ്ങളുടെ യുക്തിക്കും ബോധത്തിനും നീതീകരിക്കാനാകാത്ത അഭിപ്രായത്തെ നിശിതമായി വിമർശിക്കാനും വേണമെങ്കിൽ ബഹിഷ്കരിക്കാനും ഒക്കെയുള്ള സാധ്യതയുടെ പേര് തന്നെയാണ് ജനാധിപത്യം. എമ്പുരാൻ എന്ന സിനിമ കാണേണ്ട എന്നൊരു തീരുമാനം എടുക്കാൻ ഏതൊരാൾക്കും അവകാശമുണ്ട്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെട്ട ഒരു സംഘത്തിന് ഇഷ്ടപ്പെടാത്ത ഒരു കലാവസ്തു മറ്റാരും കാണരുത് എന്ന മട്ടിലാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ചില ഇടുങ്ങിയ മനസ്സുകാർ ബഹിഷ്കരണ ആഹ്വാനം നടത്തുന്നത്. വ്യത്യാസങ്ങളോടുള്ള പകയും ഫാഷിസത്തിൻ്റെ ലക്ഷണമാണ്, ജനാധിപത്യത്തിൻ്റേതല്ല. കാഴ്ചയുടെ വലിപ്പം കൊണ്ട് മലയാളത്തിൽ ഇന്നോളം ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ സിനിമ തിയേറ്ററുകളിൽ എത്തിയപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും തെല്ലെങ്കിലും സന്തോഷിക്കാവുന്നതാണ്. നമ്മുടെ ഭാഷയിലും ഇതൊക്കെ സാധ്യമാണല്ലോ എന്നോർത്ത് ഇതും കേരളം തിരിച്ചറിയും, അതിജീവിക്കുമെന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് എമ്പുരാന് വിജയാശംസ നേർന്നുകൊണ്ട് RDX അടുത്ത വിഷയത്തിലേക്ക്.